നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. പ്രതിസന്ധി തീർന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെ. പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 3 DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. ജനുവരി 3 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ മോർച്ച മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് ഒരു മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു. എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് ഒരു മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത്. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറ വാടക തർക്കം രാഷ്ട്രീയ പ്രതിസന്ധിയായി തിരിച്ചടിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. 2,20 ലക്ഷം രൂപ തറവാടക വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് തള്ളിയാണ് കഴിഞ്ഞ വർഷം നൽകിയ തുക ഇക്കൊല്ലവും നൽകിയാൽ മതിയെന്ന തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചത്. തുക സംബന്ധിച്ച തർക്കത്തിൽ ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞ ശേഷം ചർച്ച തുടരും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും തൃശൂർ ജില്ലയിലെ മന്ത്രിമാരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 3 DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. കേസിൽ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി, ലോക്കൽ സെക്രട്ടറി AM മോഹനൻ എന്നിവർ തൃശൂർ സ്റ്റേഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് ജനുവരി 3 തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോടശ്ശേരി കല്ലിക്കൽ പേരാമ്പ്രക്കാരൻ വീട്ടിൽ അശ്വിൻ, കിഴക്കേപ്പോട്ട അലവി സെന്റർ സ്വദേശികളായ മഞ്ഞാങ്ങ സാംസൺ, വലിയകത്ത് ഷാജഹാൻ എന്നിവരെയാണ് SHO KS സന്ദീപും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് കഴിഞ്ഞ 22-ന് ചാലക്കുടി പോലീസിന്റെ ജീപ്പ് DYFI ഏരിയ പ്രസിഡന്റ് നിതിൻ പുല്ലൻ തകർക്കുകയായിരുന്നത്. നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കേസിൽ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി, ലോക്കൽ സെക്രട്ടറി AM മോഹനൻ എന്നിവർ തൃശൂർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് ജനുവരി 3 തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനാൽ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുകയുള്ളൂ. പോലീസ് ജീപ്പ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഹാജരാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂടിയ അടിയന്തര യോഗത്തിൽ തീരുമാനമായില്ല. SFI സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിപട്ടികയിലുള്ള പ്രവർത്തകരെ ഹാജരാക്കുന്ന കാര്യത്തിൽ വിസമ്മതം പറഞ്ഞതോടെ ഇരു കൂട്ടരും തമ്മിലുള്ള ഭിന്നത കാരണം യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. CPM ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് കഴിഞ്ഞ ദിവസം ചാലക്കുടി DYSP S. സുനോജുമായി സംസാരിച്ച് ഘട്ടം ഘട്ടമായി പ്രവർത്തകരെ ഹാജരാക്കാമെന്നായിരുന്നു ധാരണയായിരുന്നത്. എന്നാൽ ഈ ധാരണ നടക്കാതെ വന്നതോടെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 3 പ്രവർത്തകരെ വെള്ളിയാഴ്ച ചാലക്കുടി സദേൺ കോളേജ് പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയും എന്നും പറയപ്പെടുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ജനുവരി 3 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മഹിളാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം
മഹിളാ മോർച്ച മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ യോഗം നടത്തി. മഹിളാ മോർച്ച ജില്ലാ സമിതി അംഗം നിഷ ബിജു അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാവതി, ലീന സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നുള്ളതാണ് പുള്ളിക്കാരത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് പുറത്താക്കിയല്ലോ, ഇനി രക്ഷയില്ല. ഇതാണ് അവസ്ഥ. എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരായ നിങ്ങൾ അറിയണം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ജനിച്ചു വീഴുന്ന കുഞ്ഞിനു മുതൽ പ്രായമായ അച്ഛനും അമ്മയ്ക്കും വരെ എത്തിക്കുന്ന നിരവധി പദ്ധതികള്, അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി സ്കൂളുകള്, കോളേജുകള് ഈ കേരളത്തിന്റെ മണ്ണില് മുഴുവൻ ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ജനസേവകനാണ്. ഏറ്റവും താഴെയുള്ള ആളുകളിലേക്ക് വരെ ഇറങ്ങി വരാനും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ചങ്കുറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഭാരതം ഭരിക്കുമ്പോ ഈ കേരളത്തിന്റെ മണ്ണില് ഒരു സ്ത്രീകളും ഇനി കരയേണ്ടി വരില്ല, ഒരമ്മമാരും ഇനി തന്റെ മക്കൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസം തേടി പോകേണ്ടി വരില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര തുടരുന്നു. കേന്ദ്ര സഹമന്ത്രി ഭഗവത് ഗുബെ ഇന്ന് നടക്കുന്ന വികസിത സങ്കല്പ യാത്രകളിൽ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ പുതുക്കാട്, തൃക്കൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്ര നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി മോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. അന്നമനട വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് മേലടൂർ ജീവനം ഇക്കോ സഹകരണ സ്റ്റോറിൽ ജീവനോത്സവ് 2K23 ആരംഭിച്ചു. ജനുവരി 1 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പുഷ്പഫല സസ്യങ്ങളുടെ പ്രദർശനവും വിപണനവും എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെ ഓരോ ദിവസങ്ങളിലും നാടൻ പാട്ട്, വയലിൻ ഫ്യൂഷൻ, DJ നൈറ്റ്, കാർഷിക സെമിനാറുകൾ, മെഡിക്കൽ ലാബ് സേവനം, മണ്ണ് വെള്ളം പരിശോധന, ഫുഡ് കോർട്ട് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. അന്നമനട മേലടൂരിൽ വ്യാപാര ഭവൻ ഉദ്ഘാടനവും കുടുംബസംഗമവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ ആ വ്യക്തിക്ക് സ്വന്തമായ ഒരു ഭവനം ഉണ്ടാകുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ് പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രീകരിക്കുന്നതിനായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുക എന്നുള്ളത് ഓരോ സംഘടനാ പ്രവർത്തകന്റെയും വലിയ ചിന്തകളിലുള്ള കാര്യമാണ്. ഒട്ടേറെ പേർക്ക് അത് കഴിയാറുണ്ട്, ചില ആളുകൾക്ക് കഴിയാറില്ല. എന്നിരുന്നാലും പലരും അതിനായി ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ വലിയ വിജയം കൈവരിച്ച ഒരു യൂണിറ്റാണ് മേലടൂർ യൂണിറ്റ്. കാരണം അല്പം അത്ഭുതത്തോടു കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാനടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ നോക്കിക്കാണുന്നത്. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്ത്
വളരെ കുറച്ച് മെമ്പർമാർ മാത്രം 50-ൽ താഴെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 49 യൂണിറ്റ് പ്രസിഡന്റ് CK ബെന്നി അധ്യക്ഷത വഹിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ചികിത്സാ സഹായനിധി വിതരണം നിർവഹിച്ചു. വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ മുൻ പ്രസിഡന്റിനെ ആദരിച്ചു. KA നജ്ജ മുൻ വ്യാപാരികളെ ആദരിച്ചു. CI സിജോ, M ബാലകൃഷ്ണൻ, CC അനിത, പഞ്ചായത്ത് അംഗം KJ ശ്രീജിത്ത്, MB സെയ്തു, ഷിജി ജോൺസൺ, CO ജോണി എന്നിവർ സംസാരിച്ചു. അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദത്തിന്റെ സ്മരണയ്ക്കായി അന്നമനട ഓഫ് സ്റ്റേജ് ഒരുക്കിയ ഓർമ്മഛായം സമൂഹ ചിത്രരചനാ സദസ്സ് ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ വളരെ ആത്മാർത്ഥമായി തൻ്റെ മീഡിയത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. ധാരാളം സൗഹൃദങ്ങളും അതുപോലെ ഭാവി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപകമായി. നമ്മുടെ ചോളമണ്ഡലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചു കാലം അദ്ദേഹം ഗൾഫ് കളികളിൽ, അതിനുശേഷം പിന്നെ ഫുൾ ടൈം നമ്മുടെ കേരളത്തിൽ എത്തി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് വേർപാട് നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഈ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അനുസ്മരിക്കാനെത്തി ആ ഒരു സമയത്ത് എത്താൻ കഴിയുന്നതിന് വളരെ. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ KM മധുസൂദനൻ മുഖ്യാതിഥിയായി. T ശശിധരൻ, മുഹമ്മദ് അലി ആദം അനുസ്മരണം നടത്തി. VD പ്രേം പ്രസാദ്, അഡ്വക്കേറ്റ് VV ജയരാമൻ, സുരേഷ് മുട്ടത്തി, ഹാഷിം സാബു, TK സതീശൻ, KA ഇക്ബാൽ, ഷീജ നസീർ, മോഹിനി കുട്ടൻ, അഡ്വക്കേറ്റ് MK ഹക്ക്, TL സുശീലൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജനനയയുടെ ഫോക്ക് ഈവ് നാടൻ കലാവതരണങ്ങളും നടന്നു. ഇന്ന് 6 മണിക്ക് അന്നമനട VM ഓഡിറ്റോറിയത്തിൽ മോഹൻ രാഘവൻ പുരസ്കാരം സമർപ്പണം വ്യവസായ നിയമ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ ഡോക്ടർ ബിജു നിഷോധയുടെ സംവിധായക താര രാമാനുജന് പുരസ്കാരം സമർപ്പിക്കും. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ 13ാം വെള്ളി ദിനാചരണം ആഘോഷിച്ചു. ദിവ്യബലി, നൊവേന, പ്രദക്ഷിണം, ആരാധന, നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത്, ഇടവക കൈക്കാരന്മാരായ കൊച്ചുവർക്കി തരകൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, സോജൻ മഞ്ഞില, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. പ്രതിസന്ധി തീർന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെ. പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 3 DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. ജനുവരി 3-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ മോർച്ച മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ യോഗം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.